നമുക്ക് ടോട്ടലി രണ്ട് ക്വാളിറ്റിയിൽ ഒരു കാർഡ് അവൈലബിൾ ആണ്. PVC ആൻഡ് മെറ്റൽ ക്വാളിറ്റി ആയിരിക്കും. PVC എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ATM കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ വരുന്ന ലൈക്ക് ആ ഒരു മോഡൽ കാർഡ് ആയിരിക്കും ഉണ്ടാവും. പക്ഷേ അതിനേക്കാൾ ക്വാളിറ്റി ഉണ്ടാവും. കാരണം നമ്മൾ യൂസ് ചെയ്യുക നോർമൽ ഡിജിറ്റൽ പ്രിൻ്റ് ആയിരിക്കില്ല, നമ്മൾ UV പ്രിൻറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അതേപോലെ മെറ്റൽ കാർഡ് ആണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ക്ലാസി ലുക്ക് നിങ്ങൾക്ക് ആ ഒരു കാർഡിൽ തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അതുപോലെ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് ഇത് ആൻഡ്രോയിഡ് ഫോണിൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഐഫോണിൽ മാത്രമാണ് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ അങ്ങനെ ഒന്നുമില്ല. NFC എനേബിൾഡ് ആയിട്ടുള്ള എല്ലാ ഫോണുകളും ഈ ഒരു കാർഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരും. ഇനി കുറച്ച് ഓൾഡ് ഫോൺ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാർഡിൻ്റെ ബാക്കിൽ നമ്മളൊരു പ്രൊഫൈൽ ഒരു QR കോഡ് സെറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ബാർ കോഡ്. സോ അതൊന്ന് സ്കാൻ ചെയ്താൽ മതി. കാരണം സ്കാനിങ് എന്തായാലും എല്ലാ ഫോണുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ കേസ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് എന്താ വെച്ചാൽ ജസ്റ്റ് സിംഗിൾ പേയ്മെൻറ്റിൽ, അതായത് ലൈഫ് ടൈം സപ്പോർട്ട് ഉണ്ടാവുക. ജസ്റ്റ് വൺ ടൈം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് അയച്ചാൽ മതി. വേറെ അഡീഷണൽ ഇയർലി ചാർജോ അങ്ങനത്തെ മന്ത്ലി ചാർജോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് വൺ ടൈം പേയ്മെൻറ്റ് ലൈഫ് ലോങ് സപ്പോർട്ട് ആയിട്ടാണ് ഈ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലെ ഡാറ്റാസ് നമുക്ക് എനി ടൈം എഡിറ്റ് ചെയ്യാം. എക്സാമ്പിൾ ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കമ്പനി മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് ആവുകയാണ്, സോ നിങ്ങൾക്ക് വേറെ കാർഡ് റീപ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു സെയിം കാർഡ് തന്നെ ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഈ ഒരു കാർഡ് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് കാർഡാണ്. അതായത് നിങ്ങളുടെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ ലോഗോ അല്ലെങ്കിൽ ആ ഒരു തീമിലുള്ള ഒരു ബ്രാൻഡ് ഗൈഡ് ലൈൻസ് യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻ ആയിരിക്കും നമ്മൾ ഈ ഒരു കാർഡിലേക്ക് കൊണ്ടുവരാം. അത് നമുക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്ക് ഡിസൈൻ ചെയ്ത് തരാൻ പറ്റുന്നതാണ്. സോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. നിങ്ങളൊരു കസ്റ്റമറെ ഫോണിൽ ഈ ഒരു കാർഡ് ടാപ്പ് ചെയ്ത് വരുമ്പം വരുന്ന ഒരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ പ്രൊഫൈൽ ഫോട്ടോ, കവർ ഫോട്ടോസ്, കോൺടാക്ട് നമ്പർ, അഡ്രസ്, വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്, യൂട്യൂബ് ചാനൽ, ഗൂഗിൾ മാപ്പ്, ഇവൻ റിവ്യൂ സെക്ഷൻ പോലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആ ഡാറ്റാസൊക്കെ എനി ടൈം എഡിറ്റ് ചെയ്യാനും പറ്റും. ലൈക്ക് ഇനി അഡീഷണൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതൊന്നും നമുക്ക് ആഡ് ചെയ്യാനും പറ്റുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു കാർഡിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുള്ള യൂസർ ID, ലോഗിൻ ID ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ചെയ്ത് തരണമെങ്കിൽ ലൈക്ക് അങ്ങനെയും ചെയ്ത് തരുന്നതാണ്. ലൈഫ് ടൈം സപ്പോർട്ട് ആയിരിക്കും ഉണ്ടാവുക.